പ്രായം ഒരു പ്രശ്നമേ അല്ല. കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്വത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കപ്പെടും. ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യാർത്ഥം അറേഞ്ച് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഈ സിനിമ 1977 പുറത്തിറങ്ങുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരനാണ്, സംഗീതം ജി ദേവരാജന്. അപ്പോൾ നമുക്ക് ഈ പാട്ട് പഠിക്കാം. ഈ പാട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മലയമാരുതം എന്ന ഒരു രാഗത്തിലാണ്. ഈ മലയമാരുതം എന്ന് പറയുന്ന രാഗം സംഗീതമൊക്കെ പഠിക്കുന്നവർക്കറിയാം. 15ാം മേളകർത്താ രാഗമാണ് മായാമാളവകയുള്ള. 16ാമത്തെ രാഗമാണ് ചക്രവാകം. ചക്രവാകത്തിൻ്റെ ജന്യരാഗമാണ് മലയമാരുതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചക്രവാകം എന്ന് പറയുമ്പം ഇതാണ് ചക്രവാകം വരുന്നത്. സമ്പൂർണ്ണ രാഗമാണ്. പക്ഷേ മലയമാരുതൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് മായം ഒഴിവാക്കിയാൽ മതി. മായ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരും സരിഗ പദ നിസ സനിധ പഗരിസ. ഈ രാഗത്തിലാണ് നമ്മുടെ ഈ പാട്ട്. ഒരുഘട്ട ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യം എൻ്റെ നോട്ട് നോക്കാം. പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ശബ്ദം വെക്കാമേ. സരി ഗ പ പ പ പദനി ധ പ പദനി ധ പ ഗ പ പ. രണ്ടാമത്തെ ലൈനും ഈ സെയിം നോട്ട് തന്നെ ഒന്നുകൂടെ വായിച്ചാൽ മതി. സരി ഗ പ പ. സെയിം നോട്ട് തന്നെ ഒന്നുകൂടെ വായിക്കുക. അതിനുശേഷം ഗ പ ഗ ഗ ഗ ഗ രി ഗ പ ഗ ഗ ഗ പ ഗ ഗ ഗ ഗ രി ഗ പ ഗ ഗ ധ നി ധ പ ഗ. ഇത്രയാണ് നോട്ട് വരുന്നത്. അപ്പോൾ അതിന് പാട്ടിൻ്റെ വരികളിലേക്ക് പോവാം. ഉഷാകിരണങ്ങൾ സരിഗ സരിഗ പ പ പ പുൽകി
ദവഗ പ പകലിൻ മാറിൽ ഗ പ ഗ ഗ ഗ തിന്നകര ഗരി ഗ ബ ഗരി ഗ ബ ഗരി ഗ ബ പ ഗ ഗ പവിഴമാലികകളണിഞ്ഞു ധനിത ധനിത പ ഗ പ ഗരി സ. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഗമകമൊന്നുമില്ല, വിത്തൗട്ട് ഗമകത്തിൽ ഞാൻ വായിച്ചു. ഗമം കൊടുത്ത് വായിക്കുമ്പോൾ ഇത്രയോടെ ഭംഗി കിട്ടും. ഞാനൊന്നും പാടി വായിക്കാം. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം കവർന്നു പകലിൻ മാറിൽ തിന്നകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു. ഇതാണ് ഇതിൻ്റെ പല്ലവി. ഇനി നമുക്കിത് താളത്തോട് കൂടി ഒന്ന് വായിച്ച് നോക്കാം. നിങ്ങളുടെ കീബോർഡിൽ തന്നെ ഒരു താളം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ നോട്ട് അതിൻ്റെ കൂടെ നിന്ന് വായിച്ചാൽ മതി കേട്ടോ. ഞാനൊന്ന് വായിച്ചിരിക്കാം. വായിക്കാം. 2, 3. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം കവർന്നു പകലിൻ മാറിൽ തിന്നകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി
ഇങ്ങനെ നിങ്ങളുടെ കീബോർഡിലെ വ്യത്യസ്തമായ എഫക്റ്റുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പാട്ട് ഒരു ന്യൂ വേർഷനാക്കി മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റിതത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ താളത്തെ ക്രമീകരിച്ചുകൊണ്ട് ഈ പാട്ടിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ വളരെ മധുരമായ രീതിയിൽ നിങ്ങൾക്ക് പാടുവാനും വായിക്കുവാനും കഴിയും. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് പാടിയ ആ പാട്ടുകൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അത് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് കൊഴുപ്പോടൊക്കെ ചേർക്കാമെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളായാലും തുള്ളിച്ചാടുന്നതായിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആയാലും എൻ്റെ ചെറിയാമോനും ചാക്കോമോനും ആണെങ്കിൽ ഞാനിതൊരു അടിപൊളി താളത്തിൽ ഈ പാട്ട് വായിക്കുകയാണെങ്കിൽ അവർ കിടന്ന് ഡാൻസ് കളിക്കും. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടെ സംഗീതവും മാറും. എന്നാൽ പാട്ടിൻ്റെ ആ ഒരു ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാതെ വേണം നാം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യുദ്ധത്തിൻ്റെ ധ്വനികളൊക്കെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞ രാജ്യം വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. കഴിവതും ആരോടും ഒരു വഴക്കിനും പോകാത്ത രാജ്യമാണ്. സമാധാനപ്രിയരായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഭാരതം. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. യുദ്ധത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്കും വല്ലാത്ത പ്രയാസവും ദുഃഖമൊക്കെ ഉണ്ട്. എത്രയോ നിരപരാധികളുടെ ജീവൻ, കുറ്റം ചെയ്തവർ മാത്രമല്ലല്ലോ അതിൽ പെട്ടുപോകുന്നത്, രണ്ട് രാജ്യത്തായാലും. അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടത്തില്ല, ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. കഴിഞ്ഞുപോയ യുദ്ധങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ അതിൻ്റെ ഭയാനകത മനസ്സിലാവും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് ഈ ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ ലോകത്തിൽ നിന്ന് നിർമൂലനം ചെയ്യണം. എന്നാലേ എല്ലാ രാജ്യങ്ങൾക്കും സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. നമ്മളൊക്കെ ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ. അപ്പം നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മുടെ രാജ്യത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇതൊക്കെ നേരിടുവാൻ, നിനക്ക് നേതൃത്വം നൽകുവാനും സമാധാനപരമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുവാനും ഒക്കെയുള്ള ഒരു നല്ല ആലോചന ദൈവം അവർക്ക് കൊടുക്കട്ടെ, അവരുടെ രാജ്യത്തായാലും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.